2 Corinthians 3:13 മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിന്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെ പോലെ അല്ല ഞങ്ങൾ. അവിടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത്. ഒരു മൂടുപടം കിടക്കുന്നു. അതുകൊണ്ട് ഈശോ വന്നിട്ട് ഈശോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വചനമായി ഈശോ വന്നിട്ട് ഇവര് വചനത്തെ കുറിച്ച് എന്തെല്ലാം പ്രസംഗിച്ചവരോ അറിഞ്ഞവരോ പ്രവാചകന്മാരുടെ വചനങ്ങളെ എടുത്ത് സ്നേഹിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്ത യഹൂദജനത്തിന് ദൈവവചനമായി ഈശോയെ വരും. ഈശോ കാണാൻ പറ്റും. മൂടുപടം ഇരിക്കുക. ആ മൂടുപടം ഭയങ്കര സംഭവമാണ്. ആ മൂടുപടം എന്നുള്ളത് ഒരു തിമിര അല്ലത്, അത് ആത്മാവിന്റെ അത് കിട്ടില്ല അവർക്ക്. കാരണം എന്താ കാരണം? ഇവർ 2 വഞ്ചിയിൽ കാല് വെച്ച് വലിക്കാൻ. പലപ്പോഴും ഈ ഈശോയുടെ അടുത്ത് സുവിശേഷം കേൾക്കാൻ വരുന്നവരാ, ഈശോയെ പഠിക്കാൻ വരുന്നവരാ, അല്ലാതെ ഈശോയെ സ്വന്തമാക്കാൻ വരുന്നവരല്ല. ഈശോ ഇമിറ്റേറ്റ് ചെയ്യാമെന്ന പോലെ ആൾക്കാർ പോലും ആ നാളുകൾക്കാണ് കാണാൻ പറ്റും. പിശാച് ഉപേക്ഷിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വേറെ ചില ആൾക്കാർ അപ്പുറത്ത് കൂടുതലാണ്. ഈശോയുടെ ശിഷ്യന്മാരുടെ നിന്റെ നാമത്തിൽ ഒരാൾ പിശാചിനെ ഉപേക്ഷിക്കാൻ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ എന്ത് ചെയ്യണം ചോദിച്ചുകൊണ്ട് ഈശോയോട് ഈശോ ഒന്നും പറഞ്ഞ് ഇത് ചെയ്യേണ്ട വിട്ടാക്കാൻ പറഞ്ഞു. കാരണം അന്നപ്പം തന്നെ അത് ബിസിനസ് ആക്കുന്ന ആൾക്കാർ. 14ാമത്തെ വചനം വെച്ച് അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത്. ആ മൂടുപടം മാറും. ഒരാള് യേശുവിലേക്ക് വന്നു കഴിഞ്ഞവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ക്രിസ്തുവിലേക്ക് ഉത്ഥിതനായ ഈശോ മിശിഹായിലേക്ക് നോക്കി കഴിയുമ്പോൾ ക്രിസ്തുവിലെ ഉത്ഥിതനായ ഈശോ മിശിഹായിലേക്ക് വരണം. വചനം വിശ്വസിക്കാൻ തരാം, എളുപ്പപ്പെടണം. ഈ അഹങ്കാരം കളയാതെ നമ്മൾ പല വർഷങ്ങളായി ആത്മീയ ജീവൻ നയിക്കുന്നുണ്ടെങ്കിലും 1 ഇഞ്ച് പോലും വളർന്നിട്ടില്ല. ആയിരക്കണക്കിന് കൺവെൻഷനും ധ്യാനം കൂടിയിട്ടുണ്ട്. 1 ഇഞ്ച് പോലും വളർന്നിട്ടില്ലാത്ത ആ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. 1 സെന്റിമീറ്റർ പോലും പഴയ പോലെ. കാരണം ഒരു മൂടുപടം കേൾക്കുക. എന്നാൽ ആരെങ്കിലും ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട്.